നമസ്കാരം. ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ടം ചർച്ച ഈ വ്യാഴാഴ്ച നടക്കാൻ പോകുന്നു. ആദ്യ ചർച്ച പരാജയമായിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ സമയത്ത് ഇറാൻ പറഞ്ഞിരുന്നു ഒരു ചർച്ച കൊണ്ട് ഒരു കാര്യവും തീരുമാനമാകാറില്ല എന്നായിരുന്നു അവരുടെ പ്രതികരണം. എന്തായാലും ഇറാന്റെ നിലപാടിൽ ഇപ്പോൾ അമേരിക്കയും എത്തിയിരിക്കുന്നു. നിരാശയോടെ മടങ്ങിയ JD വാൻസ് അദ്ദേഹം വീണ്ടും ചർച്ചയുമായി സഹകരിക്കും, ചർച്ചയിലേക്ക് വരുമെന്നുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നു. പാകിസ്ഥാനാണ് വ്യാഴാഴ്ച വീണ്ടും ചർച്ചകൾ നടക്കും എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ആരുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രംപ് പറഞ്ഞതനുസരിച്ച് അത് ശരിയാണെങ്കിൽ ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിച്ചു, നേതാക്കന്മാരെ കൊല ചെയ്തു, അവരുടെ സൈനിക ശേഷി ഇല്ലാതാക്കി, അതുപോലെ തന്നെ അവരുടെ മിസൈൽ ശേഷി ഇല്ലാതാക്കി, എല്ലാ നിലക്കും ഇറാനെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു രാജ്യവുമായിട്ടാണ് അമേരിക്ക വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് എന്ത് നേടി എന്ന് ചോദിച്ചുകൊണ്ട് CPIMന്റെ മുതിർന്ന നേതാവ് തോമസ് ഐസക് അദ്ദേഹത്തിന്റെ FBയിൽ എണ്ണമിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ട്രംപിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓരോന്നിനും അദ്ദേഹം നമ്പർ ഇട്ടിട്ടുണ്ട്. ആ കുറിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പലപ്പോഴായി ഇവിടെ പല വീഡിയോയിലും പറഞ്ഞ കാര്യമാണെങ്കിലും തോമസ് ഐസക് അത് ഒരൊറ്റ കുറിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യമായി ചോദിച്ചിരിക്കുകയാണ്, വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ഭാഷയാണ് അദ്ദേഹത്തിൻ്റെതെന്ന് നമുക്കറിയാം. എന്തായാലും ആ കുറിപ്പിലേക്ക് നമുക്കൊന്ന് പോകാം. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനാണ് ട്രംപ് യുദ്ധം തുടങ്ങിയത്, നേതൃത്വത്തെ കൊല ചെയ്യുകയും ചെയ്തു. പക്ഷെ താൻ ഇല്ലാതാക്കി എന്ന് പറയുന്ന ഇറാൻ ഭരണകൂടവുമായിട്ടാണ് ട്രംപ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അദ്ദേഹം ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം. രണ്ടാമത്തെ കാര്യം, യുദ്ധത്തിന് മുൻപ് ഹോർമൂസ് കടലിടുക്ക് സ്വതന്ത്രമായിരുന്നു, ഇപ്പോൾ പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഇത് നിരുപാധികമായി തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഡിമാൻഡ്. അതായത് ഒരു കുഴപ്പവുമില്ലാതെ കിടന്നിരുന്ന ഹോർമൂസ് കടലിടുക്ക് അതിപ്പോൾ ഇറാന്റെ നിയന്ത്രണത്തിലായി. നേരത്തെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ട്രംപ് യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹം സമരം ചെയ്യുന്നത് ഈ കടലിടുക്ക് തുറന്നു കിട്ടുന്നതിന് വേണ്ടിയാണ്. ട്രംപ് എന്ത് നേടി എന്ന കാര്യം ഇതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ ഈ കാര്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. മൂന്നാമത്തെ കാര്യം, ഇറാന്റെ എണ്ണ കയറ്റുമതി അമേരിക്കയുടെ ഉപരോധത്തിന് കീഴിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആഗോള എണ്ണക്ഷാമം പരിഹരിക്കാൻ അമേരിക്ക തന്നെ ഉപരോധം നീക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇറാന് യുദ്ധം നടത്താനുള്ള പണം അമേരിക്കക്ക് തന്നെ അനുവദിക്കേണ്ടി വന്നു. നാലാമതായി അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ആണവായുധം നിർമ്മിക്കില്ലെന്നും അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ പരിശോധനയ്ക്ക് വിധേയമാവാം എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുമായി കരാർ ഒപ്പിട്ടിരുന്നതാണ് ഇറാൻ. എന്നാൽ ട്രംപ് ഈ കരാർ ചീന്തിയെറിഞ്ഞു. ഇപ്പോൾ പുതിയ കരാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പുറകെ നടക്കുകയാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കാനുള്ള ഒളിയുദ്ധം സമ്പൂർണമായി പരാജയപ്പെട്ടു. അതായത് ആണവായുധത്തിന്റെ പുറകെ പോകാതിരുന്ന ഒരു രാജ്യം, അമേരിക്കയുമായി ഒരു കരാർ നിലവിലുണ്ടായിരുന്നു. ആ രാജ്യം നിലവിലുണ്ടായിരുന്ന കരാറ് ട്രംപ് വലിച്ചു കയറിക്കളഞ്ഞു. ഇപ്പോൾ വീണ്ടും കരാറ് വേണമെന്ന് പറഞ്ഞ് ഇറാന്റെ പുറകെ പോകുന്ന ഒരവസ്ഥ, അതങ്ങ് വിജയം കാണുന്നില്ല. എന്തായാലും വളരെ രസകരമാണ് അദ്ദേഹത്തിന്റെ കൂടെ. അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, യുദ്ധത്തിന് മുൻപ് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കൻ താവളങ്ങൾ ഉണ്ടായിരുന്നു. ഈ താവളങ്ങളിൽ ഭൂരിപക്ഷവും ഇന്ന് പ്രവർത്തനക്ഷമമല്ല. ഖത്തർ അമേരിക്കൻ താവളങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉള്ളതൊക്കെ കൈവിട്ടുപോയി. ആറാമതായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, ഏതാനും ദിവസത്തെ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടതാണ്, ബോംബിട്ട് തോൽപ്പിക്കാനാവില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കരയുദ്ധം തന്നെ വേണ്ടി വരും. വിയറ്റ്നാം യുദ്ധത്തിന്റെ അനുഭവം ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. അവിടെയും ട്രംപിന് ധൈര്യം അത്ര പോരാ. ഏഴാമതായി തോമസ് ഐസക് പറഞ്ഞ കാര്യം, ലോക ഛത്രാധിപതിയായിട്ടാണ് യുദ്ധത്തിന് ഇറങ്ങിയത്. പക്ഷെ ഇപ്പോൾ കൂടെ നാറ്റോ സഖ്യശക്തികൾ പോലും ഇല്ല. ഗൾഫ് രാജ്യങ്ങളിലും വീണ്ടും വിചാരം ഉണ്ടാവുകയാണ്. അമേരിക്കയോടൊപ്പം ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. അമേരിക്കക്ക് വേണ്ടിയുള്ളതല്ല, ഇസ്രായേലിന് വേണ്ടിയുള്ളതാണ് യുദ്ധം എന്നാണ് ഇപ്പോൾ കൂടുതൽ ആളുകളും പറയുന്നത്. അതായത് അമേരിക്കക്കാർ പോലും പറയുന്നത് അങ്ങനെയാണ്. ലോക പൊതുജനാഭിപ്രായം അമേരിക്കക്ക് എതിരായി തീർന്നു. മാർപ്പാപ്പ തന്നെ ട്രംപിന്റെയും ഇസ്രായേലിന്റെയും യുദ്ധവെറിക്ക് എതിരായി രംഗത്ത് വന്നു. സമാധാനത്തിനു വേണ്ടിയുള്ള ആഗോള പ്രാർത്ഥന യജ്ഞത്തിന് നേതൃത്വം നൽകി. ഒമ്പതാമതായി പറയുന്നത്, യുദ്ധത്തിന് മുൻപ് ആഗോള വിലക്കയറ്റം കുറയുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വിലക്കയറ്റം വീണ്ടും ഉയർന്നു തുടങ്ങി. ട്രംപിന്റെ തീരുവ യുദ്ധത്തിൽ ആഗോള സമ്പദ്ഘടന കുലുങ്ങിയെങ്കിലും പിടിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ യുദ്ധം നീണ്ടാൽ ആഗോള മാന്ദ്യം ഉണ്ടാകും. പത്താമതായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെയാണ് സ്ഥിതി എങ്കിൽ പിന്നെ എന്തിനാണ് യുദ്ധത്തിന് ഇറങ്ങിയത്? എപ്സ്റ്റീൻ ഫയലിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് എന്നുള്ള ഊഹക്കാർ ഏറെയുണ്ട്. ഇസ്രായേലുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എപ്സ്റ്റീന്റെ രേഖകൾ വെച്ച് ട്രംപിനെ നെതന്യാഹു ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷേ
യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിട്ടും എപ്സ്റ്റീൻ ഫയലുകളുടെ ചോർച്ച അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. യുദ്ധമാണോ അതോ ഈ ഫയലുകളാണോ ട്രംപിന് കൂടുതൽ വിനാശകരമെന്ന് പലരും അത്ഭുതപ്പെടുന്നുണ്ട്. ട്രംപ് ആപ്പിലാണ്, തോറ്റ് പിൻവാങ്ങാൻ പറ്റില്ല. അമേരിക്കയല്ല ഇപ്പോൾ കളിയെ നയിക്കുന്നത്, ലിവറേജ് ഇറാന്റെ പക്കലാണ്. എന്നാൽ ഇനി രണ്ടും കൽപ്പിച്ചുള്ള യുദ്ധത്തിന് ഇറങ്ങിയാലോ ലോകത്തിനും അമേരിക്കക്കും വിനാശകരമായിരിക്കും. നവംബറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും തോറ്റു തുന്നം പാടും. അത് ട്രംപ് ഭരണത്തിന്റെ രാഷ്ട്രീയ അന്ത്യമായിരിക്കും. വളരെ കൃത്യമായി ഒരു കുറിപ്പിൽ അദ്ദേഹം ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യം വരെ ഈ കുറിപ്പിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ട്രംപിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണോ ട്രംപ് ഇറങ്ങിയത് അതൊന്നും ട്രംപിന് നേടാനായില്ല. എന്നാൽ ചിലതൊക്കെ കയ്യിലുണ്ടായിരുന്നത് ഹോർമുസ് കടലിടുക്ക് പോലെ അതൊക്കെ കൈവിട്ടു പോവുകയും ചെയ്തു. അണുവായുധത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. അതൊക്കെ ഇറാൻ ഇനി ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന ഒരു നിലപാടിലേക്ക് പോയിരിക്കുന്നു. ഇതൊന്നും നേരത്തെ ചർച്ചയേ ആയിരുന്നില്ല, അവരതിന്റെ പുറകെ പോകുന്നില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. എന്തായാലും വല്ലാത്ത ഒരവസ്ഥയിലേക്ക് ട്രംപ് പോയി എന്ന കാര്യം വളരെ വ്യക്തമാണ്. പലരും ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ചില ആളുകൾ ഇപ്പോഴും ട്രംപിനെ അച്ചായ എന്നൊക്കെ വിളിച്ച് പുറകെ കൂടുന്നുണ്ട്. എന്ത് ചെയ്യാം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ സത്യസന്ധമായ വിവരങ്ങളും ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും അവരുടെ അവസ്ഥ അത് അങ്ങനെ തന്നെ തുടരും. അവരെ കുറിച്ച് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല.